ലാ, ആരും പറയല്ലേ ഹബീബ് വഫാത്തായെന്ന്. ഇന്നമാ, ഹബീബിന് സംഭവിച്ചത് അതാ റബ്ബഹു കമാ ദഹബ മൂസ ഇലാ റബ്ബിഹി, മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ കാണാൻ കിതാബ് വാങ്ങാൻ പോയ പോലെ നമ്മുടെ ഹബീബ് അല്ലാഹുവിലേക്ക് പോയതാണ്. ഹബീബ് തിരിച്ചു വരും, ഹബീബ് കണ്ണു തുറക്കും, ഹബീബ് പുഞ്ചിരിക്കും, ഹബീബ് എഴുന്നേൽക്കും, നമ്മുടെ കൂടെ ഇനിയും ജീവിക്കും. ഹബീബ് വഫാത്തായെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വാളുകൊണ്ട് തലയെടുക്കുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഇടയിലേക്കാണ് സൗമ്യനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. കയ്യിലൊരു വടിയുണ്ട്. ആ വടിയും കുത്തിപ്പിടിച്ച് അടഞ്ഞുകിടക്കുന്ന വാതിൽ ആയിഷ ബീവിയുടെ റൂമിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു. അവിടെ മറ്റാരുമില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്നും പരിശുദ്ധമായ ആ തുണിക്കഷ്ണം നീക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 63 കൊല്ലത്തെ കൂട്ടുകാരനാണ് ലോകത്തോട് വിട പറയുന്നത്. 63 കൊല്ലത്തെ ഹബീബിന്റെ കൂട്ടുകാരനാണ് സിദ്ദീഖ് എന്നവര്. സിദ്ദീഖ് തങ്ങളുടെ 61 കൊല്ലത്തെ കൂട്ടുകാരൻ. 61 കൊല്ലത്തെ കൂട്ടുകാരൻ. 5 കൊല്ലമല്ല, 10 അല്ല, 20 അല്ല, 61 കൊല്ലത്തെ കൂട്ടുകാരനാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധമായ മുഖമൊന്ന് നോക്കുന്നു സിദ്ദീഖ് എന്നവർ. അവസാനത്തെ വട്ടം മുഖത്ത് നിന്നും വസ്ത്രം നീക്കി ആ പരിശുദ്ധമായ മുഖം കാണുമ്പോ സിദ്ദീഖ് എന്നവരെ ഹബീബിന്റെ പരിശുദ്ധമായ നെറ്റിയിൽ ഉമ്മ വെച്ചു. സ്വാലിഹീങ്ങളായ ആളുകൾ മരിച്ചു കിടക്കുമ്പോ അവരെ ഉമ്മ വെക്കൽ പുണ്യമാണെന്ന് പഠിപ്പിക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ പരിശുദ്ധമായ നെറ്റിയിൽ ഉമ്മ വെച്ചു. കരഞ്ഞു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീരാണ് മുറിയാതെ വരികയാണ്. സങ്കടം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. മഹാൻ നബി തങ്ങൾ വഫാത്തായെന്ന വാർത്ത കേട്ടപ്പോൾ ആദ്യം പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിലുണ്ട്, ഹദീസിലുണ്ട്. അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുൽ മുസ്തആനു നൽഖാ ബിഹല്ലാഹ്, അല്ലാഹുൽ മുസ്തആനു നഈശു ബിഹാ ലില്ലാഹ്, അല്ലാഹുൽ മുസ്തആനു നതഖബ്ബലു ബിഹാ അഖ്ദാറല്ലാഹ്. ഇത് പറഞ്ഞതിന്റെ ശേഷമാണ് സിദ്ദീഖ് എന്നവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലുന്നത്. അല്ലാഹുൽ മുസ്തആൻ, എല്ലാ വിഷമങ്ങളിലും സഹായം അല്ലാഹുവേ നിന്റേത്. നൽഖാ ബിഹല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന നാൾ വരേക്കും അല്ലാഹുൽ മുസ്തആൻ, വല്ലാഹുൽ മുസ്തആനു നഈശു ബിഹാ ലില്ലാഹ്. അല്ലാഹുൽ മുസ്തആനിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. വല്ലാഹുൽ മുസ്തആൻ നതഖബ്ബലു ബിഹാ അഖ്ദാറല്ലാഹ്. അല്ലാഹുവിന്റെ വിധികളെ നമുക്ക് അല്ലാഹു തരുമ്പോൾ, വേണ്ടപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ ഹബീബിന്റെ മുസീബത്ത്, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിട പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണവും മുസീബത്തുമാണെന്ന് ഹബീബ് തന്നെയാണ് പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ഏത് വേദന വരുമ്പോഴും എന്റെ മരണം മൂലമുണ്ടാകുന്ന നഷ്ടമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. എന്നാൽ നിങ്ങളുടെ നഷ്ടം നിങ്ങൾക്ക് ചെറുതാണെന്ന് തോന്നും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുൽ മുസ്തആൻ എന്ന് പറഞ്ഞ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ടാണ് ഹബീബിന്റെ മുഖം ചെന്ന് കാണുന്നത്. ആ പരിശുദ്ധമായ മുഖത്ത് ഉമ്മ വെച്ചുകൊണ്ട് 2 വാക്കുകൾ പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാ അത്യബക ഹയ്യാ വമാ അത്യബക മയ്യിതാ. ആ റൂമിലാകെ സുഗന്ധമാണ്, ആരും സുഗന്ധം പരത്തിയതല്ല. മദീന പള്ളിയിലേക്ക് സുഗന്ധം അടിച്ചു വീശുന്നുണ്ട്, അവിടെ ആരും സുഗന്ധം വെച്ചിട്ടില്ല.